നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. കസാനക്കോട്ട കൾച്ചറൽ സെന്ററിന്റെ ആഭിമുഖ്യത്തിലുള്ള കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനം നടന്നു. കോർപ്പറേഷൻ മേയർ മുസ്ലിം മഠത്തിൽ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ആളുകൾക്ക് കാഴ്ച പറയുന്ന സംവിധാനം നമുക്കറിയാം. കുടിവെള്ള ക്ഷാമമാണ് ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ വിഷയം. വലിയ മെട്രോ നഗരങ്ങളിൽ പോലും കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് ഞാൻ ബാംഗ്ലൂരിലായിരുന്നു. അപ്പോൾ അവിടെ ഉള്ളത് അവരുടെ ഹോട്ടലിൽ റൂമോ നമുക്ക് കിട്ടുന്നില്ല, അതായത് വെള്ളമില്ല എന്നുള്ളതാണ്. ചില ഹോട്ടലുകളിലൊന്നും വെള്ളമില്ല എന്നുള്ളത് നമുക്ക് റൂം കിട്ടുന്നില്ല. അപ്പം അങ്ങനെ പ്രയാസപ്പെടും. വലിയ മെട്രോ നഗരമായിട്ട് പോലും പണത്തിൻ്റെ കുറവുണ്ടായിട്ടൊന്നുമല്ല. തദ്ദേശ സ്ഥാപനം അവരുടെ കോർപ്പറേഷനൊക്കെ ഒരു വർഷത്തെ വരുമാനം എന്ന് പറഞ്ഞാൽ 2000-2500 കോടിയൊക്കെയാണ്. അതൊക്കെ ഉണ്ടായിട്ട് പോലും ഒരു കുടിവെള്ള സംവിധാനം ഉണ്ടാക്കാൻ കഴിയുന്നതാണ്. കുടിവെള്ളം ലഭ്യമല്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് അവിടെ ബാംഗ്ലൂർ പോലത്തെ സിറ്റി പറയുമ്പോൾ അവിടെ കടലും അതുപോലെ കുറവാണ് എന്നത് തന്നെയാണ് വലിയ പ്രയാസം നേരിടുന്നു. അപ്പോൾ ഇവിടെ ആയാലും അത് തന്നെയാണ്. നമുക്ക് തീരദേശ മേഖലയൊക്കെ ആയാലും നമുക്ക് കുടിക്കാനുള്ള വെള്ളം നമുക്ക് കിട്ടാൻ വളരെ പ്രയാസം തരും. ഇനി ഒരു യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ ചരിത്രകാരന്മാർ പറഞ്ഞാൽ കുടിവെള്ളത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ആ രീതിയൊക്കെ വെള്ളത്തിൻ്റെ പ്രാധാന്യം, കുടിവെള്ളത്തിൻ്റെ പ്രാധാന്യം വർദ്ധിച്ചു വരികയാണ്. അപ്പോൾ ആ സമയത്താണ് ഒരു മഹത്തായ കാര്യം. കാഴ്ച വരുന്നവർക്ക് അല്പം ആശ്വാസം എന്ന രീതിയിലും ഇവിടെ എല്ലാവർക്കും കൊടുക്കാൻ പറ്റാവുന്ന രീതിയിൽ കുടിവെള്ള സംവിധാനങ്ങൾ ഒരുക്കുകയാണ്. ഏതായാലും ഈ സർക്കാരിനത്തെ നേരിട്ടും ഇട്ടവണ്ണം പ്രശംസിച്ചുകൊണ്ട് ഏതായാലും ആശംസിച്ചുകൊണ്ട് നമുക്ക് ഈ ചടങ്ങിൻ്റെ ഔദ്യോഗികമായ ഉദ്ഘാടനവും കസാനക്കോട്ട ദേശോദ്ധാരണ സംഘം സെക്രട്ടറി MP റഫീഖ് അധ്യക്ഷത വഹിച്ചു. ഹാഷിം കക്കറക്കൽ, ചെയർമാൻ CT ഷാക്കിർ, കണ്ണൂർ കോർപ്പറേഷൻ മുൻ മേയർ C സീനത്തെ, കൗൺസിലർ ഷമീമ ഇസ്ലാഹിയ, MP ഗസാലി, KM ഫസൽ, നൌഷാദ് കക്കറക്കൽ, K സയീഫ് തുടങ്ങിയവർ സംസാരിച്ചു. കൂടുതൽ വാർത്തകൾ അറിയാൻ സിറ്റി ചാനൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഒപ്പം യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. വാർത്തകളിൽ അവസാനിക്കുന്നില്ല. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നമസ്കാരം.